ജെറമ്യ 39 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യൂദാ രാജാവായ സിദെക്കീയായുടെ ഭരണത്തിന്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ തന്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സിദെക്കീയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർ സിൻമാഗിറിലെ പ്രഭു നെർഷാഗശരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബൂശർബാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽശരേസർ എന്നിവരും മറ്റ് സേവകന്മാരും നഗരത്തിന്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സിദെക്കീയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബയിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമതലത്തിൽ വെച്ച് സിദെക്കീയയെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സിദെക്കീയയുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സിദെക്കീയ കാണുകെ അവന്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സിദെക്കീയയുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തന്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരേദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സേനാനായകനായ നെബൂസരദാനോട് ജെറമ്യയെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഭദ്രതവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്ന പോലെ നീ അവനോട് വർദ്ധിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിന്റെ അംഗരക്ഷകനായ നെബൂസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബൂഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽശരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളെ അയച്ചു. ജെറമ്യയെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവനെ ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമ്യയെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമ്യ ജനത്തിന്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമ്യയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബദ്മേലെക്കിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല, തിന്മ ഈ നഗരത്തിന്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യ 40-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിൽ നിന്ന് യൂദയയിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമ്യയെ റാമായിൽ വെച്ച് സേനാനായകനായ നെബൂസരദാൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമ്യയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെറമ്യയെ വിളിച്ചു പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട. ഇതാ, ദേശം മുഴുവൻ നിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദയയിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദാലിയയുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക. അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബൂസരദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമ്യ മിസ്പായിൽ അഹീക്കാമിന്റെ മകൻ ഗദാലിയയുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹീക്കാമിന്റെ പുത്രൻ
ഗദാലിയായെ ദേശത്തിന്റെ ഭരണാധികാരിയായേക്കെന്നും ബാബിലോണിലേക്ക് തടവ് കടാത്ത ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിന് പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും പറഞ്ഞു. നെതാനിയായുടെ പുത്രൻ ഇസ്മായിൽ, കരേയായുടെ പുത്രൻ യോഹന്നാൻ, തൻഹൂമേത്തിന്റെ പുത്രൻ സെരായ, നെത്തോഫാത്തിനായ യഫായയുടെ പുത്രൻ മക്കാത്തിനായ സാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്പായിൽ ഗദാലിയയുടെ അടുത്തേക്ക് ചെന്നു. ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുമ്പിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രത്തിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മൊവാബിലും അമോന്യരുടെയും ഏദോമ്യരുടെയും ഇടയിലും മറ്റ് ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദയായിൽ കുറെ പേരെ അവശേഷിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദയയിലേക്ക് മിസ്പായിൽ ഗദാലിയയുടെ അടുത്ത് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഒരിക്കൽ കരേയയുടെ പുത്രൻ യോഹന്നാനും നാട്ടിനും പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയയുടെ അടുത്ത് വന്നു. അമോന്യരുടെ രാജാവായ ബാലീസ് നിന്നെ വധിക്കാൻ നെഥാനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അഹീക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരേയയുടെ പുത്രൻ യോഹന്നാൻ മിസ്പായിൽ വെച്ച് ഗദാലിയയോട് രഹസ്യമായി സംസാരിച്ചു, ഞാൻ പോയി നെഥാനിയായുടെ മകൻ ഇസ്മായിലിനെ കൊല്ലും. ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂദയയിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്ത എന്തിന്? എന്നാൽ അഹീക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്.